കൊടുവല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ അന്യോന്യത്തെക്കുറിച്ചുള്ള വീഡിയോയുടെ അവസാന ഭാഗമാണിത്. മുൻ 2 വീഡിയോകൾ കാണാത്തവർ അത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കണ്ടിന്യൂറ്റി വീഡിയോ ആയതുകൊണ്ട് ആ 2 ഭാഗങ്ങൾ കണ്ടാൽ മാത്രമേ തുടർച്ച നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ലക്ഷ്മി നാരായണ സങ്കല്പമാണ് വിഷ്ണു ചതുർഭുജ. അതുകൊണ്ട് ശ്രീരാമനിക്ക് ഇവിടെ എങ്ങനെയാണോ ഇപ്പൊ ഇവിടെ ചതുർഭുജാണ്. അത് എനിക്ക് ഞാൻ പിന്നെ ഇന്നത്തേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല, ആർക്കൊന്നും അറിയാൻ മെനക്കെടുന്നില്ല. അതാണ് എന്താണോ മറ്റുള്ളവർ കാണുന്നത് അത് നമ്മളെനിക്കില്ല. അതാണ് വേദങ്ങളെ പറ്റി വളരെ ഇതായിട്ട് ഗാഠമായിട്ട് പഠിക്കുന്ന ഒരു രാജ്യം തന്നെ ഇല്ല. ഇപ്പോഴും തന്നെ ഇവിടെ ഇപ്പോ വിഷ്ണുവിന്റെ ക്ഷേത്രമാണ്, ശ്രീരാമന്റെ ആകുമ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് ശ്രീരാമനാണ്. കാരണം അങ്ങനെ ഉറച്ചു പോയി ആ സങ്കല്പം. അല്ല അതിനി മാറ്റാൻ പറ്റുന്നു. അതിപ്പോ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്കറിയാം. അതെങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ചിലരൊക്കെ മാറുന്നുണ്ട്, ശരിയാണ് പറയുന്നത് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇതും തന്നെ ആർക്കിയോളജി അംഗീകരിച്ചാലും വിഷ്ണു ടെമ്പിൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള പുരാവസ്തു വകുപ്പ് അവരെ കീഴിലാണ്. ആ വിഷ്ണു ക്ഷേത്രങ്ങൾ എനിക്ക് അത് കാണുന്നു. അവര് അത് സത്യം, അവർക്ക് അതിനെ പറ്റുള്ളൂ. കണ്ടാസാണല്ലോ, അതാണ് ശരി. വിഷ്ണു ടെമ്പിളാണ് ചതുർഭുജ വിഗ്രഹം. അപ്പൊ അതിന് അവരാണ് സംരക്ഷണം അമ്പലത്തിന്റെ. അവര് ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കി. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഒരു വകുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അമ്പലം ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മുടെ തൃശ്ശൂര് വളർത്തുന്നതിന്റെ ഗോപുരങ്ങളൊക്കെ എത്ര ലക്ഷം. ഇവിടെ ഏകദേശം ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപ ചെലവാക്കി. അതേ ഈ അടുത്താണ്ട് ഊട്ടുവരൊക്കെ വന്ന് നന്നാക്കി. അപ്പൊ അവരില്ലെങ്കിൽ ഇന്നും ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അത് നാട്ടിലേക്കുള്ള കാശില്ല, ദേവസ്വത്തിന്റെ റോഡിലില്ല. അപ്പൊ അതൊരു നല്ല സംവിധാനമാണ് ആർക്കിയോളജി. അവരാണ് ഇതിന്റെ സംരക്ഷണം. അതുകൊണ്ട് ഇന്നും നല്ല നിലയിൽ നിലനിൽക്കുന്നത്. പുരാണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പ്രേതാകം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രേതാകം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദ്വാപരം തുടങ്ങും, പിന്നെ കലിയുഗ. അത് ഈ 100 കുറഞ്ഞ് പ്രേതാകത്തിന്റെ അവസാനം നമ്മളേക്ക് 50 ആവും. 50 കടന്ന് പിന്നെ 49 അങ്ങനെയൊക്കെ ആവും. അപ്പൊ ഭയങ്കര മാറ്റം വരും. കലിയുഗത്തിൽ എത്ര ഉണ്ടാവും? 25. കലിയുഗത്തിൽ 5 പോയിട്ടുണ്ടാവും. കലിയുഗത്തിൽ 10 തുടങ്ങും. അത് ലാസ്റ്റാകുമ്പോഴേക്കും എന്റെ 1% 2% അപൂർവം വ്യക്തികളുണ്ട്, എല്ലാവരും ഉണ്ടാവും. അത് നമുക്ക് അറിയാനും പറ്റും. നല്ല ശുദ്ധ ബ്രാഹ്മണർ, അങ്ങനെ പരിശുദ്ധമായി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ വളരെ കുറവ്. ലോകം മാറുന്ന സൗദി മാറി. പിന്നെ ചിലവർക്ക് ഇതിനെ പറ്റി ഗ്രാഹ്യമുള്ള ആ രീതി. അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് കണക്കുകളുണ്ട്. ഇപ്പൊ നമ്മൾ ആദ്യം 9 ലക്ഷത്തിനാണ് ഇങ്ങനെ. ആ 9 ലക്ഷം പരിശുദ്ധ ആൾക്കാരാണ്. പിന്നെ ഓരോ 50 കൊല്ലം കഴിയുന്നവരും 1 ഡിഗ്രി കുറയും. അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റം വരും. ഈ ശുദ്ധിയിലും മാറ്റം വരും. 75 ദ്വാദശത്തിൽ 50 താഴ്ന്നു. 50 താഴ്ന്നപ്പോ ആ വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങി. സുഖദുഃഖം. അപ്പൊ വിക്രമാദിത്യ രാജാവാണ് ഭരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ മഹാരാജാവ് ഈ ദേവതാ യോഗി. മനുഷ്യൻ ആ വംശത്തിൽ ആ ദേവങ്ങളെ ശ്രീരാമനെ 12 ശ്രീരാമൻ അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യനായിട്ട് മാറണം. മനുഷ്യര് ആദ്യം തന്നെ പിന്നെ 48-49% അന്നാ ദൈവിക ഗുണം കിട്ടും, ദേവാംശം ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വളരെ ഈ ഇത്രകാല ജ്ഞാനികളെ മഹർഷിമാര് മുനിമാര് കാളിദാസനോ വാൽമീകിയോ വശിഷ്ഠനോ വേദവ്യാസനോ നമുക്കറിയാലോ ഒരുപാട്. അവർക്ക് അവരുടെ ദിവ്യ ദർശനത്തിൽ പലരും കണ്ടുപിടിക്കും കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മൈക്രോസ്കോപ്പോ ടെലിസ്കോപ്പോ ഒന്നുമില്ലാത്ത കാലത്ത് വരെ അവര് നക്ഷത്രങ്ങൾ നിരീക്ഷിക്കും. ഓരോന്ന് കണ്ടും എന്താ നമുക്ക് എഴുതി തന്നുണ്ട്. ഒരുപാട് ചികിത്സാ രീതികൾ നിരീക്ഷണം. അതിപ്പോ പലരും പറയാം അന്ധവിശ്വാസം. ഇതൊരു അല്ല, അത് കഴിവുണ്ടായിരുന്നു. കഴിവ് അത് ദൈവികാംശം ബാക്കി കഴിക്കുന്നുണ്ട്. ഇപ്പൊ ദൈവികാംശം 10% ഉണ്ടാവുള്ളൂ.
ഇപ്പൊ 10 ഇപ്പൊ വളരെ കുറവാണ്. അപൂർവം പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ കലിയുഗത്തോടുള്ള ലോകം അവസാനിക്കുന്നു പറയുന്നത് അതൊക്കെ എങ്ങനെയാണ് അവസാനിക്കാൻ? ഇതൊരു ചക്രമാണ്, ചക്രം. എത്ര കാലമാണ് ഒരു ക്ലോക്കിന്റെ സൂചി ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഒന്നിൽ വന്നു, കുറെ കഴിഞ്ഞപ്പോൾ 2 സൂചി, പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ 3 അങ്ങനെ വന്ന് 12 അപ്പൊ 1 നിന്നും 12 ആകുമ്പോ ഒരു വന്ന് കഴിഞ്ഞു, പിന്നെ വീണ്ടും 1 ഇതുപോലെ തന്നെയാണ് സൃഷ്ടിയുടെ രഹസ്യം. അപ്പൊ ആദ്യം തുടക്കം ഹൃദയത്തിൽ തുടങ്ങും, അത് കുറെ കഴിഞ്ഞ് ത്രേതായുഗം, വീണ്ടും ഒരുപാട് കഴിഞ്ഞാൽ ലോകതയുഗം, വീണ്ടും ഒരുപാട് കഴിഞ്ഞാൽ കലിയുഗം, വീണ്ടും ഒരുപാട് കഴിയുവാൻ അവസാനം. ആ അവസാനം വിളിച്ച് ആ ചക്രം കഴിഞ്ഞു. ഈ ചക്രം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ക്ലീനിങ്, ആ സ്റ്റേജ് ക്ലീനിങ്. നാടകം കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു നാടകം കഴിഞ്ഞാൽ ആ സ്റ്റേജ് ആകാൻ കൊള്ളണ്ടോ? എത്രയോ ആൾക്കാർ അഭിനയിച്ചു പോയ സ്റ്റേജല്ല അത്. ഈ ഭൂമി ആകുമ്പോൾ ഒരു വലിയ സ്റ്റേജല്ല. ആ സ്റ്റേജിൽ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ അഭിനയിച്ച് പോയി ആകെ കുട്ടികളായിട്ട് അതുപോലെ ആക്കിയ സ്റ്റേജല്ല. അത് ഒരു ക്ലീനിങ് നടക്കും. ആ ക്ലീനിങ് നടക്കാൻ പ്രകൃതിയാണ്. ആ ക്ലീനിങ്ങിനെ വിനാശം എന്ന് പറയും. അങ്ങനെ വളരെ അതിൽ ശുദ്ധമായ കുറച്ച് ആൾക്കാർ ബാക്കി അർഹപ്പെട്ടത്. അർഹതയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പോഴാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞത്. ഈ സമയത്ത് ആരാണോ അങ്ങനെ കഷ്ടപ്പെട്ട് യോഗ്യത നേടുന്നവർ അവർക്കാണ് അപ്പോൾ കഷ്ടം. അവരാണ് പിന്നെ അടുത്ത യുവത്തിൽ ആദ്യം ഉണ്ടാവുക. അവരാ അവരിൽ പൂർണ്ണ ദൈവാംശം അല്ല. ആ 1 ലക്ഷം അത് ലോകം മൊത്താണ്. കേരളം അങ്ങനെയൊന്നുണ്ട്. ലോകത്തിന്റെ അത്രയും പരിശുദ്ധമായ. അപ്പൊ ഇത് ആരാണോ ഇത് അറിഞ്ഞ് അത്രയും പരിശുദ്ധരോടും ചിട്ടയോടും ജീവിക്കുന്ന ആളുകൾ അവർക്കായിരിക്കും മറ്റേ നോഹയുടെ പേടകം ആ സങ്കല്പമൊക്കെ. അതിന് കുറെ സങ്കല്പങ്ങളുണ്ട്. ആ നോഹയുടെ പേടകത്തില് എത്ര 10-12 പേര് മാത്രം ഉണ്ടാവും, ബാക്കി എല്ലാവരും മരിച്ചു പോകുന്നൊക്കെ. കാരണം ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ ത്രേതായുഗം ദ്വാപരയുഗം പറഞ്ഞ വിശിഷ്ട. കാരണം അവരുടെ ആ ദേവാംശങ്ങൾ കുറെ സാധാരണ പോകും. അപ്പൊ അവർക്ക് ദിവ്യജ്ഞാനമാണ്, ഈ ത്രികാലജ്ഞാനൊക്കെ കുറെ ആൾക്കാർക്കുണ്ടാവും. അവർക്കാണെങ്കിൽ ഇങ്ങനത്തെ കുറെ കാഴ്ചകളൊക്കെ കിട്ടുകയാണ്. അതിൽ നിന്നാണ് ഈ അറിവ് പിന്നെ വരുന്നത്. പേടകം ആ പല രൂപത്തിൽ വരികയാണ്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദി. ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും രൂപങ്ങളെ പറ്റിയിട്ട് അതിന്റെ കുറെ അന്ന് ഒരു പറഞ്ഞില്ല. ആദ്യം സ്വർണ്ണാട്ടത്തിന് വലിയ അതിന്റെ ചെറിയൊരു രൂപം ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വർണ്ണിമ യുഗം എന്ന് പറയും. ഹൃദയുഗം നമ്മൾ സത്യയുഗം എന്ന് പറയും. സ്വർണ്ണിമ യുഗം എന്ന് പറയും. ഇംഗ്ലീഷിൽ ഗോൾഡൻ ഏജ് എന്നാണ്. ഗോൾഡൻ ഏജ്. അപ്പൊ ആ പേരിൽ തന്നെ അതുണ്ട്, ഗോൾഡാണ്. അന്ന് കംപ്ലീറ്റ് ഗോൾഡ് ഏജ്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രകൃതിയിലെ ക്ലീനിങ്ങില് ഒന്ന് തകിടം മതി. ഭൂമി ശക്തമായി വീഴലും അടിയും കിടക്കുന്ന ചിലപ്പോൾ മുകളിൽ 2 അടി. ഇന്ന് കാണാൻ 50 നില കെട്ടണം, 100 നില കെട്ടണമൊക്കെ തകിട് കൊല്ലി പോകും. ആ അവസ്ഥ ഒന്നും ബാക്കിണ്ടാവും. അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ വരുമ്പോൾ പ്രകൃതി ആകും മാറും. അപ്പൊ അവിടെ സ്വർണത്തിന്റെ മലകൾ, ഇഷ്ടംപോലെ വയലക്കല്ല്, ലഗ്നക്കല്ല് ഒക്കെ അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചവിട്ടിക്കാൻ നോക്കണ്ടാവും. സമൃദ്ധിയാണ്. പിന്നെ അന്ന് ലിമിറ്റഡ് ആൾക്കാരാണ്. ആയിരത്തി കുറച്ച് ഇതായി ജനന്മാരുള്ളൂ. നമ്മളെവിടെ വന്നാലും ഇഷ്ടംപോലെ ഉണ്ട്. എന്തിനാ വാരി കൊടുക്കുന്നത്? എന്നാൽ പിന്നെ ഒരാൾ ഇത് എന്റെ അറിയില്ല, ആ സംഘടന എന്റെ സംഘടന എന്നാ എല്ലാവർക്കും ആർക്കും ഏത് കൊട്ടാരത്തിനും ശരിയില്ല. ഈ ദേവന്മാരനാണ് അവരുടെ സങ്കല്പ ശക്തി മമത്ത ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുക. കാരണം ഈ ശേഷം നടന്ന പലരും ഇപ്പൊ കലിയുഗ അവസാനത്തിൽ അങ്ങനെ അവരുടെ പ്രഗത്ഭമായ അവരുടെ ആത്മാവിന് ഈ സങ്കല്പം ഉണ്ടാവും, അറിവുണ്ടോ. ഇതുകൊണ്ടാണ് അടുത്ത യുഗത്തിലേക്ക് ഹൃദയത്തിലേക്ക് ആ അറിവ് ഉപയോഗിച്ച് അവർ കല നിർമ്മിക്കണം. ആത്മാവുണ്ട്. അവിടെ നമ്മുടെ ആത്മാവ് ശരീരം വേണ്ടിയിട്ട് വരണം. സങ്കല്പം ഇപ്പോഴാണ് 2 ഘടകം. ഒന്ന് ശരീരം, ആത്മാവ്. ആത്മാവിലാണ് എല്ലാവരും. ശരീരമൊന്നുമില്ല. ആത്മാവ് ആകെടുക്കും. ശരീരം കത്തിച്ചുകളല്ല. ഈ ആത്മാവിനുള്ള വ്യത്യാസമാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. ഓരോ ആത്മാവ് നമ്മൾ പറഞ്ഞ ആരും നല്ല ആളാണ്, ഇത് ചീത്താളാണ്. ആ ആത്മാവ് നല്ല ആത്മാവാണ്, മഹാത്മാവാണ്. ഉദാഹരണത്തിന് ഗാന്ധിജിനെ നമ്മൾ മഹാത്മാ ഗാന്ധി.
വേറെ ലോകത്തിലെ ഒരാളുകളും അങ്ങനെ ആളും നമ്മൾ ഉണ്ടായി. മഹാത്മാവില്ല. അദ്ദേഹം ജയിക്കുക അങ്ങനെയാണ്. അത്രയും ഗുണങ്ങളും അഹിംസ ഇതും ശരിക്കും മഹാത്മാവിന്റെ ഒരു ദൈവാംശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മഹാത്മാവിന് പേര് വന്നത്. അപ്പൊ അയാൾ ആ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലല്ല, ഈ എത്തിച്ച ബോഡിയിലല്ല. ആ മനസ്സ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഈ മൂന്നും കൂടിയതാണ് ആത്മാവ്. ആത്മാവിന്റെ 3 ഘടകങ്ങളാണ്. പ്രധാനപ്പെട്ട മനസ്സ്, പിന്നെ ബുദ്ധി, സംസ്കാരം. ഈ മൂന്നിലുള്ള വ്യത്യാസമാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. എല്ലാവർക്കും മനസ്സുണ്ട്, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവർക്കും സംസ്കാരമുണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട്. ഓരോ സംസ്കാരത്തിനും മനസ്സിന് വ്യത്യാസം, ബുദ്ധിക്ക് വ്യത്യാസമാണ്. അതിനനുസരിച്ച് പ്രവർത്തിയിൽ വ്യത്യാസം. ബോഡിക്ക് പ്രസക്തിയില്ല. ബോഡി എന്ത് ബോഡി നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ അടുത്ത യുഗം ഗോൾഡൻ ഏജ് കഴിഞ്ഞാൽ വീണ്ടും പിന്നെ ത്രേതായുഗം എന്ന് പറഞ്ഞ സിൽവർ. അത് ത്രേതായുഗം എന്ന് പറഞ്ഞു. അതിന് പറഞ്ഞ രജത യുഗമാണ്. രജതം എന്ന് പറഞ്ഞാൽ വെള്ളിയാണ്. വെള്ളി യുഗം എന്ന് പറഞ്ഞു. അത് വീണ്ടും ഇംഗ്ലീഷിലൊക്കെ വാക്കുള്ളൂ, സിൽവർ യുഗം. അപ്പൊ ഗോൾഡൻ കഴിഞ്ഞ ആ ഘട്ടത്തിലാണ് വെള്ളി വരിക. വെള്ളി കണ്ടുപിടിക്കുന്നത്. വെള്ളി കണ്ടുപിടിക്കുന്ന ആ യുഗത്തിലാണ്. ആ യുഗത്തിലാണ് വെള്ളി കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ 2 ലോകമായി, സ്വർണ്ണയും വെള്ളിയും. അപ്പൊ ത്രേതായുഗത്തിൽ ശരിക്കും എന്തൊക്കെ വസ്തുക്കളുണ്ടോ ഒന്നുകൂടി സ്വർണ്ണമായിരിക്കും വെള്ളി. അന്ന് ഇരുമ്പ് ചെമ്പൊന്നും അലുമിനിയം 2 ലോഹങ്ങളായി. 2 ലോകങ്ങൾ. അത് പറഞ്ഞ് വീണ്ടും ദ്വാപരയുഗം വരും. അവിടെ ചെമ്പ് കണ്ടു. അപ്പൊ ദ്വാപരയുഗത്തിന് ഇംഗ്ലീഷിൽ പറയാം കോപ്പർ ഏജ്. കോപ്പർ ചെമ്പ്. ദ്വാപരയുഗത്തിന് ഇംഗ്ലീഷിൽ പറയാം കോപ്പർ ഏജ്. നമ്മളിതൊക്കെ പഠിക്കണം. എന്തുകൊണ്ട് ഇംഗ്ലീഷുകാർ അങ്ങനെ ആ പേര് കോപ്പർ ഏജ്. അപ്പോഴാണ് ചെമ്പ് കണ്ടുപിടിക്കുക. ഈ ദ്വാപരയുഗത്തിലാണ് ഈ ആരാധന തുടങ്ങുക, ദേവാരാധന അമ്പലത്തിൽ. അത് ഞാൻ പറഞ്ഞു മുമ്പ്. മനുഷ്യനായി മാറാണ്. മനുഷ്യരുടെ ഭാഗമാണ്. ഈ കാരണ കടന്നുകൂടി ദുഃഖം തുടങ്ങി, ജ്ഞാനഭാവം. ഒരാൾ മറ്റാളുടെ വസ്തുവിനെ ആഗ്രഹിച്ചു, അവിടെ തട്ടിപ്പറിക്കാൻ നോക്കി, ബലം പ്രയോഗിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നം വരുമ്പോൾ ദുഃഖം വരും. അപ്പൊ പരാതി വരും. അങ്ങനെ പിന്നെ വിക്രമാദിത്യ രാജാവിലേക്ക് പരാതികൾ വന്നു തുടങ്ങി. വിക്രമാദിത്യ രാജാവിന് തന്നെ രാജകൊട്ടാരങ്ങളിൽ പല ഓരോരോ എന്താ പറയുക ദുർനിമിത്തികൾ ഇതൊക്കെ തന്നെ കണ്ടു തുടങ്ങി. വ്യക്തികളുടെ കാരണം വ്യക്തികളുടെ ഉള്ളിൽ വികാരങ്ങളൊന്നും കൂടി. അപ്പൊ അവരുടെ സ്വഭാവത്തിൽ കാണും. അപ്പൊ അദ്ദേഹത്തിന് ഉള്ളിൽ പിന്നിൽ എന്തോ ഒരു ശക്തി തന്നെയല്ല. അദ്ദേഹം ദ്വാപരയുഗമാണല്ലോ, കുറച്ചൊക്കെ അറിയാനും ദേവാംശം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വീണ്ടും ആ ദേവതാ സംസ്ഥാനത്തിൽ പോകണം, ദേവന്മാരെ ആരാധിക്കണം. അവരാണ് നമ്മുടെ വഴികാരികൾ. അങ്ങനെയാണ് ഏറ്റവും ആദ്യം ഗുജറാത്തിലെ തീർത്ഥവും സോമനാഥ അമ്പലം പണി. വിക്രമാദിത്യ മഹാരാജ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യയിലെ ലോകത്തിലെ പണികളെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയാം. കാരണം അന്ന് മറ്റേ പള്ളികളില്ല. അന്ന് മുസ്ലിം പള്ളിയില്ല, ക്രിസ്ത്യൻ പള്ളിയില്ല, ഒന്നുമില്ല. ആരാധനാലയ ആദ്യമായിട്ട് പണി. ഏറ്റവും ആദ്യത്തെ ആരാധനാലയാണ് ഗുജറാത്തിലെ ഈ സോമനാഥ. അന്നാണ് ഇഷ്ടംപോലെ സ്വർണം, വെള്ളി, ഒന്നും ക്ഷാമില്ല, വൈരക്കല്ലില്ല. ആ ക്ഷേത്രം സ്വർണം കൊണ്ടുള്ള വാതില്, സ്വർണം കൊണ്ടുള്ള ദാനം എന്ന് പറയും. ഇന്ന് നമുക്ക് വില മതിക്കാൻ പറ്റില്ല. എല്ലാം സ്വർണം വേണ്ടി. അങ്ങനെ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കാലപ്പഴക്കം വന്നപ്പോഴേക്കും പിന്നെ വടക്കേ ഇന്ത്യയിലെ മുഗൾ രാജാക്കന്മാര്, മുഗൾ ചക്രവർത്തിമാര്, പിന്നെ ഔറംഗസീബ്, ഷാജഹാൻ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. അവരിവിടെ നോട്ടം തുടങ്ങി. അവരവിടെ ശക്തി സംഭരിച്ചു, ആയുധബലം, കാലബലം. നമ്മളാണ് ഇതിനൊന്നും അധികം ശ്രദ്ധിച്ചില്ല. നമ്മൾ ഇതിന്റെ ഭംഗിയും കണ്ടു ഇതൊക്കെ ഇരുന്ന പിന്നെ ആരും കൊണ്ടുപോയത്. അവര് പിന്നെ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് ഗസ്നിയാണ് ഏറ്റവും ആദ്യം വന്ന് ആക്രമിച്ചത്. നൂറുകണക്കിന് കഴുത, നൂറുകണക്കിന് കുതിരയായിട്ട് പട്ടാളക്കാരായിട്ട് വരും. ഇവിടെ ആക്രമിച്ച് ബലം പ്രതി കീഴ്പ്പെടുത്തി അതിന്റെ പുറത്തൊക്കെ ഈ സ്വർണം വെള്ളി കെട്ടി കൊള്ളടിച്ചു കൊണ്ടു. അങ്ങനെ 18 പ്രാവശ്യം കൊള്ളയടിച്ചു സോമനാഥ്. ഒന്നല്ല രണ്ടല്ല, 18 പ്രാവശ്യം സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചു. ഇങ്ങനെ കൊണ്ടുപോയി അവരവിടെ പങ്കുവെച്ച് ഭാവിയിൽ അവരിൽ നിന്നും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരൊക്കെ ആയിട്ട് ഇതുപോലെ പുറത്തേക്ക് പോയി. മനുഷ്യൻ പറഞ്ഞ കളങ്കണ്ട് നമ്മളെ മനുഷ്യനാവുള്ളൂ. നമ്മളെ 50-50 ആവുമ്പോഴാണ് ആ ഇത് വരിക, അസുഖനാവുക. പിന്നെ അവിടെ വീണ്ടും കുറഞ്ഞ് ഇപ്പൊ നമ്മളെ കാര്യങ്ങൾ വീണ്ടും 49-47 കുറഞ്ഞ്
കലിയുഗം പിടിക്കും 10 അതൊക്കെ ഉണ്ടാവുള്ളൂ. അത് പിന്നെ നമ്മള് ഇവിടെ ദാർശനികം. സ്വർണം, വെള്ളി, പിന്നെ ആ. ചെമ്പ്. ചെമ്പ്, ദ്വാപരയുഗത്തിൽ ചെമ്പ്. അതുകൊണ്ടാണ് പണ്ടത്തെ അമ്പലങ്ങളോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകും. ചെമ്പായിരിക്കും, ചെമ്പ് കൊണ്ട് പരിചരിക്കും, ചെമ്പിന്റെ പാത്രങ്ങളായിരിക്കും. അതൊന്നും ഇതൊക്കെ ഈ ആണി മികാൻ ചെമ്പിനാണ് അതുവരെ ദ്വാപരയുഗത്തിൽ. അത് വീണ്ടും വന്ന് കലിയുഗം ആകുമ്പോഴാണ് ഇരുമ്പ് വരുന്നത്. അപ്പോഴാണ് ഇരുമ്പിന്റെ പരിപാടി. ആ ഇരുമ്പിന് ശേഷമാണ് ഭയങ്കര മാറ്റങ്ങൾ വരുന്നത്. ഇരുമ്പിന് ശേഷം കുറെ അതുകൊണ്ടാണ് കലിയുഗത്തിൽ അയൺ ഇരിക്കുന്നത്, ഇരുമ്പ് യുഗം. ആ പേര് നോക്കൂ, അയൺ, ഇരുമ്പ് അപ്പൊ യുഗം. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ്, അയൺ ഏജ്. അയൺ 4 നാല് യുഗം. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് അങ്ങനെ വരും. എന്നിട്ട് കണ്ടുപിടിച്ചും വേറെ എന്താവും, മനുഷ്യരുടെ മനസ്സ് മാറും, സംസ്കാരങ്ങൾ നിശ്ചലം വരും. ആ സ്വഭാവം ഒരു ലോകത്തിലും കാണിക്കും. സ്വർണ്ണം കയ്യിലൂടെ വെള്ളി കയറും, വെള്ളിയുടെ കയ്യിലൂടെ ചെമ്പ് കയറും, മിക്സിങ് ആയി. അതൊക്കെ നമ്മുടെ ആത്മാവ് സംഭവിക്കുന്നതാ. സ്വർണത്തിനെ സ്വർണ്ണമായിട്ട് നിർത്താൻ നമ്മൾ സമ്മതിക്കില്ല, വെള്ളിയുടെ വെള്ളിയിൽ നിർത്താൻ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ പരീക്ഷ ആ ചിന്ത അതൊക്കെ ആത്മാവിലങ്ങനെ ചിന്തകൾ വരും, അങ്ങനെ വീണ്ടും കൂടിച്ചേരും. അതുകൊണ്ട് എന്തായി, നമ്മുടെ സംസ്കാരം സ്വഭാവം അങ്ങനെ ഒരു സ്വഭാവത്തിൽ ഉറച്ചിരിക്കാൻ പറ്റില്ല. പല സ്വഭാവങ്ങളും. ആ ഒരാളും ശരിയാവും, അതിൽ ഉറച്ചിരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നോക്കൂ, ഈ മനുഷ്യന്റെ ദൈവാംശം ഇല്ലല്ലോ. ഇന്നിപ്പോ നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് എവിടെ ഹിന്ദുക്കൾ? ആ സംസ്കാരം ഇല്ല. ഹിന്ദുക്കളുടെ ശരിക്കും ഒരു സംസ്കാരമാണല്ലോ അത് അത് സനാതന സംസ്കാരത്തിന് ഇറങ്ങിയാണ്. നമുക്ക് ഇനി സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. സനാതന സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ള സംസ്കാരം. അത് പിന്നെ വീണ്ടും 90 കുറഞ്ഞ സംസ്കാരം വന്നത് ഇവിടെ ആ സംസ്കാരം നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ട സമയത്തില് അതിന്റെ ഫോളോവേഴ്സിനെയാണ് നമ്മൾ ഹിന്ദു എന്ന് പറയപ്പെട്ടത്. അങ്ങനെ വരുമ്പോഴാണ് ഈ വികാരം ഹിന്ദു നദീതര സംസ്കാരത്തെ നമ്മൾ പിന്നെ അത് അങ്ങനെ കടന്നില്ല, സ്ഥലത്തേക്ക് കടന്നില്ല. അങ്ങനെ പിന്നെ വിക്രമാദിത്യൻ രാജ്യം ഭരിച്ച് വീണ്ടും കഷ്ടപ്പാടിന് ഒരു കുറവില്ല. കാരണം എല്ലാവരും ഉള്ളിൽ നിന്നുണ്ടല്ലോ കാമക്രോധം. ഇത് വന്ന് എല്ലാവരും വിളി തുടങ്ങി, രക്ഷിക്കൂ ഭഗവാനെ രക്ഷിക്കൂ. ഈ വിളി കയറി കേട്ട് കേട്ടപ്പോഴാണ് എന്നാ ശരി എന്നൊരാളെ വിടും, ഏറ്റവും ആദ്യ ആളെ വിടും, ഇബ്രാഹിം നബി വന്ന്. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ എങ്ങനെ പറ്റിയ ഈശ്വര വിചാരം വേണം, പിന്നെ കുറെ മാനുഷിക ഗുണങ്ങൾ, ദയാകാരുണ്യം, ആരോഗ്യം, കുറെയൊക്കെ നോക്കി പോകും. കുറെ അനുയായികളുണ്ടാവും, കുറെ പേർക്ക്. അപ്പൊ ആരാണോ അന്നുണ്ടായിരുന്ന ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്നത് അന്ന് കുറെ ആൾക്കാർ അദ്ദേഹത്തിന് പിന്നാണ്. അന്ന് വേറെ ആരുമില്ല. അന്നാ ഇബ്രാഹിം നബി വന്നപ്പോ പോകാൻ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആരുമില്ല. ഈ സനാതന സംസ്കാരത്തിന് ഇറങ്ങി വന്ന ഹിന്ദുക്കൾ എന്ന് പറയാം. അത് കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ ഗ്രൂപ്പായി. അത് കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഒരു രക്ഷയില്ല, വീണ്ടും താഴോട്ടേ കയറി ഇല്ല. അപ്പോഴാണ് പിന്നെ ബുദ്ധനെ വന്നത്, ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനും വന്ന് കുറെ കഷ്ടപ്പെട്ട് കുറെ കഴിയുമ്പോൾ അദ്ദേഹം ഒരുപാട് കല്യാണികളുണ്ട്. ബുദ്ധമാണ് ഇന്നുണ്ടല്ലോ, ഇപ്പൊ ഇന്ത്യയിൽ കുറവാണ്. ഇവിടെ നേപ്പാളിലോ ശ്രീലങ്ക, ശ്രീലങ്കയിൽ അങ്ങനെ ബുദ്ധൻ വന്ന് അങ്ങനെ ഇപ്പൊ എന്തായി, ബുദ്ധമതം. അപ്പൊ ഇസ്ലാം മതം, ബുദ്ധമതം. എന്നിട്ടും ആവില്ല. അപ്പൊ പിന്നെ ക്രിസ്തു മതം, പിന്നെ ശങ്കരാചാര്യ, പിന്നെ ആരാ മുഹമ്മദ് നബി, പിന്നെ വന്ന് പിന്നെ എന്തായി, പിന്നെ ഓരോ ശ്രേഷ്ഠ സന്യാസിമാര്. അങ്ങനെ അവിടേക്ക് കുറഞ്ഞു വന്നില്ലേ, കുറഞ്ഞു പറഞ്ഞ 50 പിന്നെ ഇങ്ങനെ വന്നു. അങ്ങനെ അവസാനം ആരും പറഞ്ഞിട്ട് കാര്യമാണ് ഓരോ അവസരം വരും. അതാണ് ഇപ്പൊ നടക്കുന്നത്. ആ കാലം പോലെ അങ്ങനെ നമ്മുടെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം കടവല്ലൂരത്തെ അന്വനത്തെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. നമ്മൾ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 3 പാർട്ടും നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം വരും. അതുവരെ എല്ലാവർക്കും ബായ്.